ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് DQ, നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. സൂപ്പർ ഹിറ്റ് ചിത്രമായിട്ടുള്ള RDXന്റെ സംവിധായകനായിട്ടുള്ള നഹാസ് ഹിദായത്താണ് ഐ ആം ഗെയിം എന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഫസ്റ്റ് ഷെഡ്യൂൾ ആരംഭിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മുടെ DQ എത്തുന്നില്ല. സെക്കൻഡ് ഷെഡ്യൂൾ മുതലാണ് DQ സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം മലയാളത്തിൽ DQവിന്റെ സിനിമകളൊന്നും വന്നിട്ടില്ല. പക്ഷേ അന്യഭാഷാ ചിത്രങ്ങളിൽ DQ തിളങ്ങുകയാണ്. കാരണം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ടുള്ള തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന്റെ മിന്നും വിജയ തിളക്കത്തോടു കൂടിയാണ് DQ മലയാള സിനിമയിലേക്ക് തിരികെ എത്തുന്നത്. അന്യഭാഷകളിൽ DQവിന്റെ വരാനായിരിക്കുന്ന ചിത്രമാണ് തമിഴിൽ സെൽവമണി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന കാന്ത എന്ന ചിത്രം വരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ തെലുങ്കിൽ പവൻ സാദിനേനി സംവിധാനം ചെയ്യുന്ന ആകാശം ലോ ഒക്കധാര എന്ന പാൻ ഇന്ത്യൻ ചിത്രവും റിലീസിന് ഒരുങ്ങുകയാണ്. ദുൽഖറിന്റെ മലയാളത്തിലേക്കുള്ള മടങ്ങിവരവ് ആക്ഷന് പ്രാധാന്യമുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള ഐ ആം ഗെയിം എന്ന ഈ ചിത്രത്തിലൂടെയാണ്. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് അവർ പുറത്തുവിട്ടു തുടങ്ങി. അതിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ക്യാരക്ടറായി എത്തിയത് നമ്മുടെ ആന്റണി വർഗീസ് പെപ്പയാണ്. അപ്പോ പെപ്പയുടെ ഒരു എൻട്രി കൂടി ഈ ചിത്രത്തിൽ വരികയാണെങ്കിൽ ഈ ചിത്രത്തിന്റെ ഹൈപ്പ് എത്രത്തോളം വരും എന്ന് നമുക്ക് ഇപ്പോഴേ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് പെപ്പെ പോസിറ്റീവ് സൈഡിലാണോ അതോ നെഗറ്റീവ് സൈഡിലാണോ ഈ ചിത്രത്തിൽ എത്തുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായി അവർ പരിചയപ്പെടുത്തിയത് തമിഴ് സംവിധായകനും അതുപോലെ തന്നെ ആക്ടറുമായിട്ടുള്ള മിഷ്കിനാണ്. സൂപ്പർ ഡീലക്സ്, അതുപോലെ തന്നെ മാവീരൻ, അതുപോലെ ലിയോ, കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡ്രാഗൺ, ഈ ചിത്രങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട റോളുകളാണ് മിഷ്കിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം 17ഓളം ചിത്രങ്ങളിൽ മിഷ്കിൻ ഇതിനോടകം തന്നെ അഭിനയിച്ചു കഴിഞ്ഞു. ഡ്രാഗൺ സിനിമ കണ്ട നിങ്ങൾക്കറിയാൻ പറ്റും കോളേജ് പ്രിൻസിപ്പളായി എത്തുന്ന മിഷ്കിനെ അദ്ദേഹത്തിന്റെ ആ സിനിമയിലെ ആക്ടിംഗ് വൈഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മൂന്നാമതായി അവർ പരിചയപ്പെടുത്തിയിരിക്കുന്നത് തമിഴിൽ നിന്നുള്ള കതിർ എന്ന നടനെയാണ്. 14ഓളം ചിത്രങ്ങളിൽ ഇതിനോടകം തന്നെ അദ്ദേഹം വേഷമിട്ട് കഴിഞ്ഞു. വിക്രം വേദ, പരിയേറും പെരുമാൾ, ബിഗിൽ എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നാലാമതായി അവർ പരിചയപ്പെടുത്തിയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് അൻപർവാണ്. അൻപർവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒറ്റ പേരാണെന്നുള്ളത്. പക്ഷേ അല്ല, ഈ കാണുന്നത് ഡ്യുവൽ സഹോദരങ്ങളാണ്, ഇരട്ട സഹോദരങ്ങളാണ്. ഇവരുടെ ഓരോരുത്തരുടെയും പേര് അൻപുമണി അതുപോലെ തന്നെ അറിവുമണി എന്നാണ്. ഇവർ തമിഴിലെ ഫേമസ് സ്റ്റൺ മാസ്റ്റേഴ്സ് ആണ്. ഇവരുടെ പ്രസിദ്ധമായിട്ടുള്ള സിനിമകളാണ് കബാലി, അതുപോലെ തന്നെ KGF 1. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നുണ്ട്, ഈ ചിത്രത്തിന്റെ ഹൈപ്പ് എത്രത്തോളം വരും എന്നുള്ളത്. അതുപോലെ തന്നെ ഐ ആം ഗെയിം എന്ന ഈ ചിത്രം മിക്കവാറും ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടായിരിക്കും എത്തുന്നത്. കാരണം ഈ ക്യാരക്ടർ ചൂസിങ് കാണുമ്പോൾ തന്നെ നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സജീർ ബാബ, ഇസ്മയിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹണം ജിംഷി ഖാലിദാണ്. മ്യൂസിക് നിർവഹിക്കുന്നത് ജെയ്ക്സ് ബിജോയിയാണ്. ദുൽഖറിന്റെ തന്നെ വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖറും അതുപോലെ തന്നെ ജോൺ വർഗീസും ചേർന്നാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. DQവിന്റെ കരിയറിലെ 40ാമത്തെ ചിത്രമായിട്ടാണ് ഐ ആം ഗെയിം തിയേറ്ററുകളിൽ എത്തുന്നത്. ഇതിനോടകം തിരുവനന്തപുരത്ത് ചിത്രീകരണം ആരംഭിച്ച ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ക്യാരക്ടർ പോസ്റ്റേഴ്സും എല്ലാം അവര് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോ നമുക്ക് ഈ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കഴിയും. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.